നമ്മളൊക്കെ എപ്പോഴും വളരെ കംഫർട്ടബിൾ ആവാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല കാര്യമാണ്. പക്ഷേ ചില സമയത്തൊക്കെ നമ്മുടെ ഈ ഒരു കംഫർട്ടിനെ നമ്മൾ സ്വയം ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ആവശ്യമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭക്ഷണം കിട്ടുമ്പോൾ അത് നമ്മൾ വളരെ ആസ്വദിച്ച് കഴിക്കുന്നതോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം കിട്ടുമ്പോൾ അത് നമ്മൾ ധരിക്കുന്നതോ, നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ വളരെ ഹാപ്പി ആകുന്നതോ ഒരു വലിയ കാര്യമല്ല. നമുക്ക് ഒട്ടും സൗകര്യപ്രദമല്ലാത്തൊരു കണ്ടീഷനിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ അതുമായി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളുടെ ശരിക്കുള്ള ഒരു കഴിവ് നമ്മൾ തെളിയിക്കുന്നത്. നമ്മളിൽ എത്ര പേര് നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ ചിലപ്പോഴൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണ രീതികളൊക്കെ ഒന്ന് മാറ്റി നോക്കി, ഒന്ന് സിമ്പിളാക്കി, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിലൊക്കെ ഒരു മാറ്റം വരുത്തി, നമ്മൾ യാത്ര ചെയ്യുന്ന രീതികളിലൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി, പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗപ്പെടുത്തുക, ആ തിക്കും തിരക്കൊക്കെ ഒന്ന് ആസ്വദിക്കുക. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് എന്ന് പറയാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. നമ്മുടെ രാജ്യം അതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ്ഡ് അല്ലെങ്കിൽ കൂടി അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരുപാട് സൗകര്യങ്ങളുടെ നടുവിലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ധാരാളിത്തത്തിൻ്റെ നടുവിലാണെന്ന് പോലും പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഇതാ ചില കുട്ടികൾ അവർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ട് പോലും അവരുടെ ചിരിക്കും കളികൾക്കും തടസ്സം നിൽക്കാൻ ഒരു ശക്തിക്കും പറ്റുന്നില്ല എന്നുള്ളത് അവർ ശീലിച്ച അല്ലെങ്കിൽ അവരെ ശീലിപ്പിച്ച ചില ജീവിത സാഹചര്യങ്ങളാണ്. നമുക്കൊക്കെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യം വന്നാൽ നമ്മളൊക്കെ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക, അല്ലേ?